My dearest sisters and brothers, welcome to this meeting and thank you so much for waiting for me and for giving me so much love and affection. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് വേണ്ടി കാത്തുനിന്നതിനും എനിക്ക് ഒരുപാട് സ്നേഹം നിങ്ങൾ നൽകുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I also welcome all my colleagues from the UDF who are on stage to this meeting and thank them for being here. ഐക്യജനാധിപത്യ മുന്നണിയിലെ എന്റെ സഹപ്രവർത്തകരായ ഈ വേദിയിലുള്ള എല്ലാവരെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ വന്നതിന് അവരോട് നന്ദി പറയുകയും ചെയ്യുന്നു. You have a very special bond with my brother Rahul. നിങ്ങൾക്ക് എന്റെ സഹോദരൻ രാഹുലിനോട് വളരെ പ്രത്യേകമായ വിശിഷ്ടമായ ഒരു ബന്ധമാണുള്ളത്. I'll tell you truthfully, he really loves you. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ട് പറയട്ടെ, രാഹുൽ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. Every morning he calls me and every morning he asks me, how are you? I'm fine. How are things there? I say it's fine. Aren't the people lovely? I say yes, everybody is lovely, so kind to me, so loving to me. But every morning he tells me, എല്ലാ ദിവസവും രാവിലെ എൻ്റെ സഹോദരൻ രാഹുൽ എന്നെ വിളിച്ചു ചോദിക്കും, എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നു, വയനാട്ടിലെ കാര്യങ്ങൾ എങ്ങനെയുണ്ട്? അപ്പം ഞാൻ പറയും എല്ലാം നന്നായിട്ട് പോകുന്നു. അവിടുത്തെ ആളുകൾ മനോഹരമായ ആളുകളല്ലേ എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കും. ഞാൻ പറയും ശരിയാണ്, അവർ ഭയങ്കര സ്നേഹമുള്ളവരാണ്, ദയയുള്ള മനുഷ്യരാണ്, എന്നോട് ഒരുപാട് സ്നേഹമുള്ളവരാണെന്ന് പറയും. I think he's still feeling bad that he's having to leave you. എനിക്ക് തോന്നുന്നത് ഇപ്പോഴും വയനാട് പാർലമെന്റ് മണ്ഡലവും നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. But my family owes you a deep debt of gratitude. എൻ്റെ കുടുംബം നിങ്ങളോട് കടപ്പാടിന്റെ വലിയൊരു കടം എൻ്റെ കുടുംബത്തിന് നിങ്ങളോടുണ്ട്. Because when my brother was facing immense difficulties, when the whole world had turned its back on him, when everybody was believing all the lies that was being spread about him by the BJP, it is you, my sisters and brothers, who stood by him, who realized that he's fighting for the truth, he's fighting for you, he's fighting for what is right. കാരണം എൻ്റെ സഹോദരന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയപ്പോൾ BJPയുടെ പ്രചരണത്തിൽ BJP അദ്ദേഹത്തെക്കുറിച്ച് നടത്തിയ നുണപ്രചരണം ഒരുപാട് ആളുകൾ വിശ്വസിച്ചപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നപ്പോൾ നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ് അദ്ദേഹത്തിനൊപ്പം നിന്നത്. അദ്ദേഹം സത്യത്തിന് വേണ്ടി പോരാടി എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനൊപ്പം നിന്നത് നിങ്ങളാണ് എൻ്റെ സഹോദരി സഹോദരന്മാരെ. When so many people believed that there was no hope left and we all were wondering what to do, how are we going to fight this immense negative power of the BJP and the propagandas they were spreading, my brother decided to walk 4,000 kilometers from Kanyakumari to Kashmir in the name of unity and peace. എല്ലാവരും വിചാരിച്ചു നമുക്കൊരു പ്രതീക്ഷയില്ല, BJPയുടെ ഈ വലിയ നുണപ്രചരണത്തെ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്, ഒരു വഴിയുമില്ല എന്ന് ഒരുപാട് പേര് വിശ്വസിച്ചിരുന്ന സമയത്ത് ഈ രാജ്യത്ത് സമാധാനത്തിന് വേണ്ടി, ഐക്യത്തിന് വേണ്ടി എൻ്റെ സഹോദരൻ കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ നടക്കാൻ തീരുമാനിച്ചു. It's you who gave him the courage to do that, the strength to do that, to walk 4,000 kilometers and then to travel from Manipur to Mumbai, another 4,000 kilometers, speaking of peace, of love and brotherhood, in an atmosphere where hatred was being spread, anger was being spread, and divisions were being spread between the people of India. രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ദ്വേഷവും വിദ്വേഷവും കോപവും എല്ലാം പറന്നുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ കന്യാകുമാരിയിൽ നിന്ന് കശ്മീർ വരെ 4000 കിലോമീറ്റർ നടക്കാൻ, മറ്റൊരു 4000 കിലോമീറ്റർ മണിപ്പൂരിൽ നിന്ന് ബോംബെ വരെ യാത്ര ചെയ്യാൻ, എൻ്റെ സഹോദരന് ഐക്യത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ എൻ്റെ സഹോദരന് കരുത്ത് നൽകിയത്, ശക്തി നൽകിയത് നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. And you gave him that strength and courage. You recognized his fight for what was right and for the truth, because you are the people of Wayanad. നിങ്ങൾ എൻ്റെ സഹോദരന്റെ കരുത്ത് നൽകി. അദ്ദേഹം സത്യത്തിന് വേണ്ടിയാണ് പോരാടുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്തെ ജനങ്ങളാണ് നിങ്ങൾ. You have a history of freedom fighters who fought the British for free India. ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒരു ചരിത്രം നിങ്ങൾക്കുണ്ട്. You have a culture and a tradition of unity. നിങ്ങൾക്ക് ഐക്യത്തിന്റെ ഒരു സംസ്കാരവും ഒരു പാരമ്പര്യവും നിങ്ങൾക്കുണ്ട്. Whether it is
Muslims, Christians, Hindus, all of you have lived here peacefully and known and understood that progress can only come if all of you live peacefully together. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വിവിധ മതവിഭാഗങ്ങൾപ്പെട്ട ആളുകൾ സമാധാനത്തോടുകൂടി ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാവരും സാഹോദര്യത്തിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് പുരോഗതി സാധ്യമാകൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. You have a famous church here also, the Nadavayal church. നിങ്ങൾക്ക് ഇവിടെ വളരെ പ്രസിദ്ധമായ ഒരു നടവയൽ പള്ളിയുണ്ട്. And your Puthari Mahotsavam, right? Puthari Mahotsavam is also very famous. Again, this is a festival that brings everybody together. അതുപോലെ നിങ്ങൾക്ക് പ്രസിദ്ധമായ പുത്തരി മഹോത്സവമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് ഈ ആഘോഷങ്ങൾ. This land of yours has a very rich history, a rich tradition, so much natural beauty, so much potential. നിങ്ങളുടെ ഈ ഭൂമി എന്ന് പറയുന്നത് അതിന് മനോഹരമായ സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്, സമ്പന്നമായ ഒരു പാരമ്പര്യമുണ്ട്. എന്തുമാത്രം പ്രകൃതി ഭംഗിയാണ് ഇവിടെയുള്ളത്. ഈ ഭൂമിയിൽ ഒരുപാട് കഴിവുകളും സാധ്യതകളും ഉണ്ട്. And with this deep understanding that you have of staying united, no matter what pressures are being put on you, what attempts are being made to divide you, you understand that progress can only come if we stay united and strong. നിങ്ങൾക്ക് മേൽ എത്രമേറെ പരസ്പരം വിഭജിക്കപ്പെടാൻ എത്രയധികം സമ്മർദ്ദങ്ങൾ നിങ്ങളുടെ മേൽ ഉണ്ടായാലും നിങ്ങൾ തിരിച്ചറിയുന്നു, ഒരുമിച്ച് ജീവിക്കുന്നതിൽ കൂടെ മാത്രമേ മനുഷ്യർക്ക് പുരോഗതി പ്രാപിക്കാൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കുന്ന ആഴത്തിലുള്ള ഒരു മനസ്സിലാക്കൽ നിങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്കുണ്ട്. Wherever I have been traveling in the last few days, I have seen potential. I have seen the strength of young people. I have seen them playing soccer in every field I pass, and I see with what dedication they are playing, what good players they are. I have gone to colleges and seen how bright the children are and what a strong future they can make for themselves. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാനിവിടെ യാത്ര ചെയ്യുമ്പോൾ വയനാടിൻ്റെ സാധ്യതകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ കളിക്കുന്ന എത്ര കഴിവുറ്റ മികച്ച കളിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ കോളേജുകളിലും സ്കൂളിലും പോയപ്പോൾ അവിടെ എത്ര കഴിവുള്ള ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര മികച്ച ഒരു ഭാവിക്കുള്ള സാധ്യത ഇവിടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. I see how you are growing coffee, tea, peppers, spices. Again, that shows your potential. If these things were marketed properly, if there was a proper food processing, focus on food processing, then how much better you could do. നിങ്ങൾ എങ്ങനെയാണ് കാപ്പി കൃഷി നടത്തുന്നത്, തേയില കൃഷി നടത്തുന്നത്, കുരുമുളക് കൃഷി നടത്തുന്നത്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ കൃഷി നടത്തുന്നത്, ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായി ഇതൊക്കെ കൃത്യമായി വിപണിയിൽ എത്തിച്ചാൽ എത്രമാത്രം വയനാടിനെ വികസിക്കാൻ പറ്റും എന്നുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. So I see two things. I see that you have immense potential, and yet wherever I go I also see and understand that there are huge issues you are facing, that your daily life is a struggle. ഞാൻ രണ്ട് കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. ഒരു വശത്ത് എത്രമാത്രം വലിയ സാധ്യതയാണ് ഈ നാടിനുള്ളതെന്ന് ഞാൻ കാണുന്നുണ്ട്. മറുവശത്ത് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ നിത്യജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നു, അതും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. My sisters are standing here. I know what a struggle your life is. No matter how many members in the family are earning today, you still have difficulty making ends meet. എനിക്കറിയാം എൻ്റെ സഹോദരിമാർ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്കറിയാം വീട്ടിലെ എല്ലാ അംഗങ്ങളും ജോലി ചെയ്താലും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. Because of the kind of price rise there is, you have to face many difficulties. കാരണം നമ്മുടെ നാട്ടിൽ എത്രമാത്രം വിലക്കയറ്റമുണ്ടോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. And as farmers in the farming community, when there are floods, when there is damage due to rain, you don't get enough compensation. നിങ്ങൾ കർഷക സമൂഹത്തിൽപ്പെട്ട കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ, മഴയുണ്ടാകുമ്പോൾ, നിങ്ങൾ ഒരുപാട് നാശനഷ്ടങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നഷ്ടപരിഹാരം ഇവിടെ കിട്ടുന്നില്ല. You have many problems of access. Roads need to be better. I was just looking at what my brother's notes, and 145 crores
off-roads in one single year were brought here to Wayanad, but it's still not enough. There's still more work to be done. അതില്ല, നിങ്ങൾക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡുകൾ വേണം, പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രവേശനം സാധ്യമാകുന്ന മെച്ചപ്പെട്ട കാര്യങ്ങൾ വേണം. ഞാൻ എൻ്റെ സഹോദരൻ്റെ നോട്ടുകളിൽ നോക്കുകയായിരുന്നു. 145 കോടി രൂപയുടെ ധനസഹായം റോഡുകൾക്ക് വേണ്ടി വയനാട്ടിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരാ, നമുക്കിനി ഒരുപാട് ഇതിൽ ചെയ്യാനുണ്ട്. With a strong focus on agriculture, on improving your situation, on better marketing, better storage facilities and food processing units, a lot can be done here for the farmers of Wayanad. നമുക്ക് വയനാട്ടിലെ കർഷകർക്ക് വേണ്ടി അഗ്രികൾച്ചറൽ കൃഷിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ മെച്ചപ്പെട്ട ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങൾ, അതുപോലെ സംഭരണശാലകൾ, അതുപോലെ വിപണിയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ ചെയ്യുന്നതിലൂടെ വയനാട്ടിലെ കർഷകർക്ക് വേണ്ടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ സാധിക്കും. And through that focus on agriculture, new jobs can also be generated. കൃഷിയിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നമുക്ക് പുതിയ പുതിയ തൊഴിലവസരങ്ങളും ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. You have an immense issue of man-animal conflict. മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം നിങ്ങൾ ഇന്ന് നേരിടുന്നുണ്ട്. Especially dairy farmers are suffering even more from it. അത് മാത്രമല്ല, ഇവിടുത്തെ ക്ഷീര കർഷകർക്ക് ഇതുകൂലം വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്. There's a loss of cattle, loss of crops, loss of life. അത് മാത്രമല്ല, കന്നുകാലികൾ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ വിളകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു, അത് മാത്രമല്ല മനുഷ്യ ജീവനും ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട്. And this is a big issue for which we have to work collectively to find a solution. ഈ ഒരു വലിയ പ്രശ്നമാണിത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. On top of this, recently when they have declared buffer zones, many settlements have gone into those buffer zones without consultation. അത് മാത്രമല്ല, ഈയിടെ അവർ ബഫർ സോൺ പ്രഖ്യാപിച്ചപ്പോൾ മനുഷ്യ അധിവാസ കേന്ദ്രങ്ങൾ പലതും ബഫർ സോണിലേക്ക് മാറ്റി. അത് നിങ്ങളോട് ചർച്ച ചെയ്യാതെയാണ് അങ്ങനെ ചെയ്തത്. So all of a sudden those villages which are coming into the buffer zone have new rules applying to them. പെട്ടെന്ന് ഒരു ദിവസം എന്താ പറയുന്നത്, ഈ ബഫർ സോണിൽ വരുന്ന ഗ്രാമങ്ങൾക്കെല്ലാം പുതിയ പുതിയ നിയമങ്ങൾ അവയ്ക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. And new problems arise. അതിന്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്, പുതിയ പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. I know that the women sanitation workers over here have been demanding insurance and job security for a long time. എനിക്കറിയാം, ഇവിടെ ശുചീകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ കുറെ നാളുകളായിട്ട് അവർക്ക് തൊഴിൽ സുരക്ഷിതത്വത്തിനും ഇൻഷുറൻസിനും വേണ്ടിയുള്ള ആവശ്യം അവർക്കുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. I hope to be able to voice their demand for them and to put pressure on the governments to give them what they are asking for. അവരുടെ ആവശ്യം ഉയർത്തുന്നതിന് വേണ്ടി, അവർക്ക് ഇത് ലഭ്യമാകുന്നതിന് വേണ്ടി ഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്താൻ കരുതും എന്ന് ഞാൻ കരുതുകയാണ്. Your welfare pensions have been delayed for over 6 months now. Pressure needs to be put on the government to release those also. നിങ്ങളുടെ അതുപോലെ ക്ഷേമ പെൻഷനുകൾ നിങ്ങൾക്ക് 6 മാസമായിട്ട് കുടിശ്ശികയുണ്ട്. അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടി ഗവൺമെന്റുകളിൽ നമുക്ക് സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. The tribal people of Wayanad are its soul. വയനാടിന്റെ ആത്മാവെന്ന് പറയുന്നത് ഇവിടുത്തെ ആദിവാസി സമൂഹമാണ്. And yet day after day Narendra Modi ji's policies are eroding their rights. അതുമാത്രമല്ല, പക്ഷെ എന്താ സംഭവിക്കുന്നത്, ഓരോ ദിവസം കഴിയുന്തോറും നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നയങ്ങൾ അവരുടെ അവകാശങ്ങൾ എടുത്തു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. In state after state their land is being taken from them and given to big businessmen. ഓരോ സംസ്ഥാനത്തും, ഈ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തും നമ്മുടെ ആദിവാസികളുടെ ഭൂമി എടുത്ത് ഇവിടുത്തെ അതിസമ്പന്നരായ വ്യവസായികൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. Here itself you have a big issue where you still have not received compensation for lands. നിങ്ങൾക്കറിയാം, ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയ ഭൂമിക്ക് വേണ്ടത്ര നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്നൊരു വലിയ പ്രശ്നം ഇവിടെ തന്നെ ഇന്നുണ്ട്. Access to good health care is a problem. അതായത് ആരോഗ്യ പരിരക്ഷാ സംവിധാനങ്ങൾ ലഭ്യമല്ല എന്നൊരു വലിയ പ്രശ്നമുണ്ട്. Rahul ji put constant pressure for the medical college and some development took place, but still more pressure has to be put. Because though the government has put out the board saying medical college, it still has not started the facilities. നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജിന് വേണ്ടി കഴിയാവുന്ന സമ്മർദ്ദം രാഹുൽജി ചെലുത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായി കുറച്ച് പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവസാനം എന്താ സംഭവിച്ചത്, മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുള്ളതല്ലാതെ അവിടെ മെഡിക്കൽ കോളേജിന് ആവശ്യമായ യാതൊരു സൗകര്യങ്ങളും ഗവൺമെന്റ് നൽകിയിട്ടില്ല. When somebody falls ill in the family, you're afraid, you don't know what to do, there isn't a good facility available in the area,
At the same time, to reach other facilities is a problem because of the night ban, because of so many other issues that you're facing. നിങ്ങൾക്കറിയാം, വീട്ടിലൊരാൾക്ക് അസുഖം വരുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, എങ്ങനെയാണ് ആശുപത്രിയിൽ എത്തിക്കേണ്ടതെന്ന് അറിയില്ല. അടുത്തുള്ള ഒരു ആശുപത്രിയിൽ എത്താൻ നിങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതുമാത്രമല്ല, രാത്രി യാത്രാ നിരോധനം ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. And these are basic needs. ഇതൊക്കെ എന്ന് പറയുന്നത് മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ്. Basic things which are your right. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശങ്ങളാണ്. You should not be begging for a medical college. ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടി നിങ്ങൾക്ക് യാചിക്കേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. You should not be crying for better roads to access health facilities, educational facilities. നിങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡുകൾ ഉണ്ടാകാൻ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകാൻ, മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾക്ക് നിലവിളിക്കേണ്ട, കരയേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. This is the very least that governments can do for you. നിങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റുകൾക്ക് ചെയ്യാവുന്ന ഏറ്റവും കുറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. Good health services, good educational services, good roads, drinking water, it's the very least. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ആരോഗ്യ സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട റോഡുകൾ, കുടിവെള്ളം, ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലഭ്യമാക്കേണ്ട കുറഞ്ഞ കാര്യങ്ങളാണ്. If you look at the level of unemployment today, all the educated young people who are standing here, who are looking for jobs with no prospect of employment. നിങ്ങളിപ്പോൾ ഇന്നത്തെ തൊഴിലില്ലായ്മ അവസ്ഥ നോക്കി. ഇവിടെ വിദ്യാസമ്പന്നരായ ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. നിങ്ങൾ ഭാവിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയും നമ്മൾ ഇന്ന് കാണുന്നില്ല. Because there is no thinking about it. കാരണം ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടവർ ചിന്തിക്കുന്നില്ല. There is no focus on manufacturing. ഉൽപാദന മേഖലയിൽ യാതൊരു ശ്രദ്ധയും ഇവിടെ കേന്ദ്രീകരിക്കുന്നില്ല. Focus on agriculture, like over here as I was explaining, how much it can generate jobs. കാരണം ഇവിടെ കാർഷിക മേഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. മുമ്പ് നിങ്ങളോട് ഞാൻ വിശദീകരിച്ച് തന്നതുപോലെ എത്രമാത്രം കാർഷിക മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. And the public sector has also been weakened. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അവർ ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. Everything that belonged to the people of India, the roads, the ports, the airports, the big public institutions, all of them are being weakened and handed over slowly to big business. നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്തൊക്കെയാണോ, നമ്മുടെ റോഡുകൾ, നമ്മുടെ തുറമുഖങ്ങൾ എല്ലാം എന്താ ചെയ്യുന്നത്, അതിനെയെല്ലാം ദുർബലപ്പെടുത്തി അതെല്ലാം ആർക്കാണ്, അതിസമ്പന്നരായ കുറച്ചു പേർക്ക് കൈമാറ്റം ചെയ്യുകയാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. So I am here today in the context of the by-election, and as you know, I am the UDF candidate. ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. And I urge you to think about this election at two levels. ഞാൻ നിങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി രണ്ട് തലങ്ങളിൽ ചിന്തിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. The first is, who is going to fight for your needs, put pressure on these governments to get you the better roads? Who is going to create a vision for Wayanad with some focus on food processing, on agriculture, on tourism, which can show the whole world the natural beauty of Wayanad and benefit the people of Wayanad? How are we going to work together to create this new vision and to work hard so that the future of the young people of Wayanad and of all of you is improved? ഒരു തലത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങളുടെ നിത്യജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ്? നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആരോഗ്യം, നിങ്ങൾക്ക് മെച്ചപ്പെട്ട റോഡുകൾ, മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ, ഇവിടെ മെച്ചപ്പെട്ട ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങൾ, ഇതൊക്കെ സൃഷ്ടിച്ച് നിങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങൾക്ക് വേണ്ടി ഗവൺമെന്റുകളിൽ സമ്മർദ്ദം ചെലുത്താൻ, അതിനുവേണ്ടി പോരാടാൻ, വയനാടിന് വേണ്ടി ദീർഘദർശനത്തോടു കൂടി ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടാക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? അതിനെപ്പറ്റി നിങ്ങൾ ഒരു വശത്ത് ചിന്തിക്കണം. Who is going to work for you with dedication and respect and love and honesty? നിങ്ങൾക്ക് വേണ്ടി ആരാണോ സ്നേഹത്തോടുകൂടി, സത്യസന്ധതയോടുകൂടി, സമർപ്പണത്തോടുകൂടി, ബഹുമാനത്തോടു വേണ്ടി പ്രവർത്തിക്കുന്നത്, അതിനെപ്പറ്റി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വശത്ത് നിന്ന് ചിന്തിക്കണം, ഒരു തലത്തിൽ ചിന്തിക്കണം. And at another level, I want you to think about where our country stands today. മറ്റൊരു തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചിന്തിക്കണം, ഇന്ന് നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു എന്നതിനെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കണം. Where the politics of the BJP, which is spread across the country, is a politics of hatred, of anger, of divisiveness and of distraction. അതുമാത്രമല്ല, ഈ രാജ്യത്ത് മുഴുവൻ നിലനിൽക്കുന്ന BJPയുടെ വിദ്വേഷത്തിന്റെ, ദേഷ്യത്തിന്റെ, അതുപോലെ വിശ്വസ്തതയില്ലായ്മയുടെ, ജനങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന ആ രാഷ്ട്രീയത്തെക്കുറിച്ചും ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ചിന്തിക്കണം. The real issues of the people are not discussed. ഈ Real problems are not resolved.
ഈ രാജ്യത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഈ പ്രശ്നങ്ങൾക്ക് വേണ്ട പരിഹാരങ്ങൾ ഇവിടെ കണ്ടെത്തുന്നില്ല. Unemployment, as I said, is at a high. Prices are rising without any sort of idea that they might actually stop at some point. They just continue to rise. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൊഴിലില്ലായ്മ ഏറ്റവും വലിയ നിരക്കിലാണ് ഇവിടെ ഉള്ളത്. അതുപോലെ വിലക്കയറ്റം കുതിച്ചുയരുകയാണ്. അതിനെ തടയാനുള്ള ഒരു ആശയവും ഇവിടെ നടപ്പിലാകുന്നില്ല. As I said, basic services are not available. അത് മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും പോലും നിങ്ങൾക്ക് ഈ രാജ്യത്ത് നിന്ന് ലഭ്യമല്ല. And the discussion is not about this. Politics is not focused on resolving this. The politics of the BJP is only focused on distracting you from your problems. അത് മാത്രമല്ല, രാജ്യത്തെ രാഷ്ട്രീയത്തിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനെ പറ്റി അല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി മാത്രമുള്ള രാഷ്ട്രീയമാണ്. Because its only aim remaining in power, no matter what the cost is. And you have seen that yourselves in Wayanad. അത് നിങ്ങൾ ഈ വയനാട്ടിൽ തന്നെ നിങ്ങൾ അത് കണ്ടിട്ടുണ്ട്. There was a terrible disaster here a few months back. ഇവിടെ അതിദാരുണമായ ഒരു പ്രകൃതി ദുരന്തം ഏതാനും മാസങ്ങൾ മുമ്പ് ഇവിടെ നടന്നു. When my brother and I visited here, I remember meeting children who had lost their whole families. ഞാനും എൻ്റെ സഹോദരനും കൂടെ ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു ജീവിതത്തിലെ കുടുംബാംഗങ്ങളെ എല്ലാം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. Old grandmothers who had nobody left to look after them. പ്രായമായ മുത്തശ്ശിമാരെ, അവരെ നോക്കാൻ ആരും ഇല്ലാത്ത മുത്തശ്ശിമാരെ ഞങ്ങൾ കണ്ടു. Mothers who lost every single child. എല്ലാ കുഞ്ഞുങ്ങളുടെ എല്ലാ മക്കളെയും നഷ്ടപ്പെട്ട അമ്മമാരെ നമ്മൾ ഇവിടെ കണ്ടു. And yet when it came to give compensation, to send the funds required to help those families, those funds were not sent. അത് മാത്രമല്ല, എന്നിട്ട് നിങ്ങൾക്ക് ആ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭ്യമാകേണ്ട സാഹചര്യം വന്നപ്പോൾ ഇതുവരെ അവർക്ക് നഷ്ടപരിഹാരം കിട്ടാനുള്ള സാമ്പത്തിക സഹായം നൽകിയിട്ടില്ല. Even a disaster like that which caused immense pain to people was politicized by the BJP. ഇങ്ങനെയുള്ള, അതായത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇത്ര ദുരിതവും വേദനയും ഉണ്ടാക്കിയ ഒരു പ്രകൃതി ദുരന്തത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കുകയാണ് BJP ചെയ്തത്. So this is where we stand today. We stand in a place where you have to think about your country, you have to think about your own needs, and you have to think about what kind of politics you want prevalent in the nation. നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അതേസമയം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ചും ചിന്തിക്കണം. ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലവിലിരിക്കുന്നതും അതുകൂടി നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ടതുണ്ട്. This vote that you have is the greatest power that the Constitution has given you. നിങ്ങൾ ചെയ്യാൻ പോകുന്ന Stand up for democracy. You have to stand up for your country and you have to recognize the kind of politics that you are seeing. ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ട സമയമാണ്. എന്താണോ ശരി അതിനു വേണ്ടി നിൽക്കുന്ന സമയമാണ്. എന്താണോ ഈ രാജ്യത്തെ ഭരണഘടന അതിനു വേണ്ടി നിൽക്കേണ്ട സമയമാണ് ഇന്നത്തെ സമയം എന്ന് പറയുന്നത്. You are my sisters and brothers here in Wayanad. You recognize that my brother was standing for the truth and fighting against huge forces all by himself. You were the first to recognize it. ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളാണ് എൻ്റെ സഹോദരൻ സത്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിഞ്ഞത് നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. So I have no doubt in my heart that you know what is good for our nation. എനിക്ക് അതുകൊണ്ട് ഈ രാജ്യത്തിന് നല്ലത് എന്താണ് എന്ന കാര്യത്തിൽ നിങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ എൻ്റെ മനസ്സിൽ, എൻ്റെ ഹൃദയത്തിൽ യാതൊരു സംശയവുമില്ല. You know what is right and you will stand for it again. എന്താണ് ശരി എന്ന് നിങ്ങൾക്കറിയാം. എന്താണോ ശരി അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിലനിൽക്കുമെന്നും എനിക്ക് കൃത്യമായി അറിയാം. For me, each one of you represents a sense of duty and responsibility. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത് എനിക്ക് നിങ്ങളോടുള്ള കടമകളാണ്. എനിക്ക് നിങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഓരോരുത്തരും പ്രതിനിധാനം ചെയ്യുന്നത്. Every time you meet me with love, you hug me, you kiss me, you call me into your homes, you bring me a flower. I know what it means.
ഓരോ പ്രാവശ്യം നിങ്ങൾ എന്നെ കാണുമ്പോൾ, നിങ്ങൾ എനിക്ക് സ്നേഹം നൽകുമ്പോൾ, നിങ്ങൾ എന്നെ ആലിംഗനം ചെയ്യുമ്പോൾ, നിങ്ങൾ എനിക്ക് ഉമ്മകൾ തരുമ്പോൾ, നിങ്ങൾ എന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ, നിങ്ങൾ എനിക്കൊരു പൂവ് തരുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു അതിന് എത്രമാത്രം അർത്ഥമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. It means that you expect a commitment from me. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ എന്നിൽ നിന്നൊരു പ്രതിബദ്ധത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. You expect honesty from me. You expect loyalty from me. എന്നിൽ നിന്ന് സത്യസന്ധത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നിൽ നിന്ന് വിശ്വസ്തത നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. And you expect me to understand what a privilege, what an honor it is for me that you give me your love. നിങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സ്നേഹം എനിക്ക് തരുന്നതെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വിശേഷപ്പെട്ട ഒരു സൗഭാഗ്യമാണ്, എത്രമാത്രം വലിയ ആദരവാണെന്ന് ഞാൻ മനസ്സിലാക്കണം എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. So I want you to know that I fully understand it and I am grateful for you. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു അത് ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. അതിന് ഞാൻ നിങ്ങളോട് കടപ്പാടുള്ളവളുമാണ്. If you give me the chance to represent you in parliament, I will show you that I can work harder than anybody else for you. I will voice your grievances everywhere. I will fight for you. I will put pressure on the governments, state and the central government, and you will see that you will have by your side a tough fighter who does not back down when your needs are questioned. നിങ്ങൾക്കറിയാമോ, നിങ്ങളെ പ്രതിനിധാനം ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് നൽകുകയാണെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിലും മറ്റെല്ലാ വേദികളിലും നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നുള്ള ഒരു കരുത്തയായ പോരാളിയെ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ ആ പോരാട്ടത്തിൽ നിന്ന് പിന്മാറാത്ത കരുത്തയായ ഒരു പോരാളിയെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. Thank you for waiting for me here today and thank you for listening to me. എനിക്ക് വേണ്ടി ഇവിടെ കാത്തുനിന്നതിനും എന്നെ ശ്രദ്ധിച്ച് കേട്ടതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I hope that with your support I will be able to carry forward all the work that my brother has done here and to show you that so much more can still be done together. ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ പിന്തുണയോടുകൂടി എൻ്റെ സഹോദരൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളെല്ലാം തുടരാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുമാത്രമല്ല അതിലും കൂടുതൽ കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. Thank you. നന്ദി. താങ്ക് യു.